ചമനടാ ഒരു ചായ എന്താ വിഷ്ണു ഇത് ആരെ മനസ്സിലായ വലിയ നാടകം നടനാണവൻ. അറിയാം. ഇന്നത്തെ കാലത്തെ ഈ ഉത്സവ പറമ്പിൽ നാടകമൊന്നും കാണാറില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമ വന്നതോടുകൂടി നാടകത്തിന്റെ അശോകട്ടാ, അതിനെന്താ സംശയം? ഉണ്ടല്ലോ, പ്രസക്തി ഉണ്ടല്ലോ. ഞാൻ നാടക നടനായതുകൊണ്ട് പറയല്ല. അതെ അശോകട്ടാ, ഞാൻ സിനിമയെ മോശമായിട്ട് പറയല്ല. അതായത് ഈ നാടകമാണ് യഥാർത്ഥത്തിൽ കല, മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ പറയുമല്ലോ, ഈ നല്ലൊരു കലാകാരൻ്റെ കഴിവിനെ ഏറ്റവും കഠിനമായിട്ട് പരീക്ഷണം നടത്തുന്ന ഈ നാടകവേദികളിലാണ്. പിന്നെ അതേപോലെ തന്നെ സിനിമയിലാവുമ്പോഴേ റീടേക്കും എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്നാൽ നാടകത്തിൽ അതൊന്നുമില്ല. അവർക്ക് ഒരു നാടകം കളിക്കുമ്പോൾ ആ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തണമെങ്കിൽ, നമ്മളുടെ വികാരം അവിടെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ശബ്ദം, അതുപോലെ തന്നെ ശരീര ഭാഷ, ഇതൊക്കെ നമ്മൾ വളരെ നിയന്ത്രണത്തോടു കൂടി പ്രസൻറ്റ് ചെയ്യണം അത്ര, എങ്കിൽ മാത്രമേ അത് കഴിയൂ. അതൊക്കെ ശരി തന്നെ വിഷ്ണു. പക്ഷെ ആളുകൾക്ക് എന്റർടൈൻമെന്റിലേ വേണ്ടു. സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താ എല്ലാവരുടെയും എന്റർടൈൻമെന്റ് അതിലായി. ചെറിയ റീൽസ് ഇറങ്ങുമ്പോൾ അതിനപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് പോകും, അടുത്ത റീൽസാണ്. അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. 15 സെക്കൻഡ് കാണാൻ ക്ഷമയില്ലാത്തവരാണ്, പിന്നെയാണ് 2 മണിക്കൂർ. സത്യം പറഞ്ഞാൽ എല്ലാ എന്റർടൈൻമെന്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായി. ഞാനടാ അല്ലേ പോണു, വൈകിട്ടേ നാടകം കാണാൻ വരും കേട്ടോളാം. ഇതാ ഇത് വെക്ക്, ബാക്കി പിന്നെ കാണാം. ശരി എന്നാ, ഓക്കെ. ഗിരീഷേട്ടാ, ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് തമാശയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അത് ഒരുപാട് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ. അതുപോലെ തന്നെ മനുഷ്യന് ഒരുപാട് ഉപദ്രവമുള്ള ഒരുപാട് സംഭവങ്ങളും അതിലുണ്ട്. സജീഷ് ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ അദ്ദേഹം വന്ന് വിളിച്ചിട്ട് മകനെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ 2-3 ആൾക്കാരും കൂടെ പോയി നോക്കുമ്പോൾ മകന് ഇയാൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഈ മകനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്തറിയോ, ഇയാളുടെ മകന് തല പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആള് നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ നടക്കുമ്പോൾ അങ്ങനെ നടക്കുക. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം ഇതിൽ ഒരുപാട് ഫിസിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ മെൻ്റലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് പിന്നെതാ ഈ ഫോണായത് കൊണ്ട് ഒറ്റ കുഴപ്പമില്ലപ്പാ. അല്ല, ഈ റീൽസ് അത്രയും മോശമാണെന്നാ പറയുന്നത്. ഈ റീൽസ് അത്ര മോശമെന്നുള്ളതല്ല പറയുന്നത്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിൽ വിനോദമുണ്ട്, അതുപോലെ തന്നെ അറിവ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് സംഭവം ഉണ്ടാവുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിത് 15 സെക്കൻഡ് 30 സെക്കൻഡ് എത്രയുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇത് കണ്ട് നമ്മുടെ തലച്ചോറ് അതിന് അനുസൃതമായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഉണ്ടാവുന്ന ഒരു സംഭവം എന്താ, നമ്മുടെ ക്ഷമ ഇല്ലാതെ ആവുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർക്കാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പഠനം, പിന്നൊന്നുള്ളത് ജോലി എന്ന് പറയുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ അടിപൊളിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ഷമയും അതുപോലെ തന്നെ നമുക്ക് സമയവും എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന് പുറത്ത് കിടക്കാൻ എന്ത് ചെയ്യുക? നമ്മളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മൊബൈൽ എടുത്തരൂ, തരൂ. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഈ നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പലതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരില്ല, അറിയോ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂട്ടുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചാവുനേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചായ കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, ഈയിടെ നമ്മുടെ അമേരിക്കയിൽ വന്നിട്ട് ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ ഈ മെറ്റാ പ്ലാറ്റ്ഫോംസുകൾ, അതായത് FB അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റ, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗൂഗിള്, ഇതിനൊക്കെ എതിരെ ഒരു പെൺകുട്ടി വന്നിട്ടൊരു പരാതി കൊടുക്കുകയുണ്ടായി.
അറിയോ നമുക്കത്? സംഭവം കേസ് എന്താണെന്നറിയോ? അതായത് ചെറുപ്പം മുതലേ ഈ കുട്ടി ഒരുപാട് സോഷ്യൽ മീഡിയാസ് മറ്റുള്ള കാര്യങ്ങൾ നിർത്താണ്ട് കണ്ടിട്ട് അതിനെ അഡിക്റ്റായി. ഒന്നുകൂടെ കാണാം എന്നാൽ അതും കൂടെ കണ്ടു കഴിഞ്ഞ് നിർത്താം എന്നുള്ള രീതിയിലാണ് ഈ സംഭവത്തിനെ ഡിസൈൻ ചെയ്ത് വെച്ചത്. ഈ ആപ്പുകളെല്ലാം നമ്മളുടെ മനുഷ്യന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണിത്. ആക്ച്വലി ഈ പെൺകുട്ടി വന്നിട്ട് എന്താണെന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെതിരെ, അതായത് ആ കുട്ടി അഡിക്ഷൻ ആയതിനെതിരെയാണ് ആ കുട്ടി കേസ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്താവാനാണ് ഈ പറഞ്ഞ മാതിരി തന്നെ ഗൂഗിള് അതുപോലെ തന്നെ മെറ്റ ഇവരെല്ലാം അവർക്ക് തിരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4.8 മില്യണോളം വരുന്ന എമൗണ്ട് വന്നിട്ട് മെറ്റയും അതുപോലെ തന്നെ 1.8 മില്യണോളം വരുന്ന എമൗണ്ട് വന്നിട്ട് ഗൂഗിളും തിരിച്ചു കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിയായിട്ടുണ്ട്. ആക്ച്വലി ഈ ഗൂഗിളും അതുപോലെ തന്നെ മെറ്റയും തിരിച്ച് ഇവർക്കെതിരെ അപ്പീലിന് പോയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെയധികം എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയൊരു വാർത്തയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പുകൾസ് ഉണ്ടല്ലോ, അതായത് ലൈക്ക് FB ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ രീതിയിലുള്ള ആപ്പുകളെല്ലാം നമ്മളെ അങ്ങനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എടാ ഇതൊക്കെ ശരിയാണെങ്കിലേ ഇപ്പൊ എന്നെ പോലെ കുറച്ച് പഴഞ്ചൻ ആളുകൾ ഒഴിച്ചുകൊണ്ട് ബാക്കി ഈ നാട്ടിലുള്ള എല്ലാവരും കോടീശ്വരന്മാരായിട്ടുണ്ടാവുമല്ലടാ.